എവിടെ മക്കളെ ഗാനമേള? ഇവിടെ അടുത്തൊരു കോളേജിലെത്താ. പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്ത എവിടെയും പോയിട്ടുണ്ടാവും. ഓ ഓക്കൊരു പനി. ആണാ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. പാത്തൂന് കല്യാണമല്ലോ വന്ന് കേട്ടു. ഞാൻ ഓർത്ത് പാത്തൂനെ കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും. ഓ അതൊന്നും നടക്കൂല മോനെ. ഇത്തൊരു വാക്കും കൂടെ പറ. നമ്മള് നടത്തും, നടത്തിയിരിക്കും. എന്നെ വിളിച്ചാ? ഓ ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല. ഇത്ത ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്. വരുന്ന ചെക്കന്മാർക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പിടിച്ച ചെക്കന്മാർക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. 10 വരെ പഠിച്ചില്ലേ? 10 കൊല്ലം പഠിച്ചു. പക്ഷെ 6ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ ഒന്ന് പോമ്മ. ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. മമ്മൂട്ടിക്ക തട്ടിയത് ഞാൻ അറിഞ്ഞേ ഇല്ല. കഷ്ടം. ടീപ്പർ ഇടിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമായിരിക്കും. അവനെങ്കിലും പ്രേമിക്കട്ടെ. ഉടനെ തന്നെ പാത്തുന്റെ കല്യാണം നടക്കട്ടാ. ഇൻഷാ അല്ലാ. മോനൊന്ന് പ്രാർത്ഥിക്കേ. ഓ പോയി വണ്ടി എടുക്കടാ. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ. ഞങ്ങള് ചെല്ലല്ലോ അടിച്ചു പൊളിക്കലൊക്കെ ഓ നാട്ടുകാരാ. ഇത് കൊള്ളടാ, ഇതെടുത്തോ. ഇത് ഏതാ കളറ്? ബ്രൗണാ സാറേ? നല്ല കളറാടാ. ബ്ലാക്ക് ഇല്ലേ? ഉണ്ടല്ലോ. എനിക്ക് ബ്ലാക്ക് എടുത്തോ. സാറിന് ബ്ലാക്ക് ഇഷ്ടല്ലേ? ബ്രൗൺ എന്ന് പറയുമ്പോ അതൊരു സങ്കല്പ കളർ മാത്ര. എനിക്ക് ബ്ലാക്ക് മതി. അതാവുമ്പോ എന്റെ കണ്ണിന്റെ കളറല്ലേ. അല്ലട മണി? എന്നാ ഇത് സൈസ് കറക്റ്റാ. ഇത് പാക്ക് ചെയ്തോ. ഓക്കെ ശരി സാർ. താങ്ക് യു സാർ. ശരി എന്നാ. താങ്ക് യു സാർ. ദേടാ, നീ മേടിക്കണം പറഞ്ഞ സാധനം എന്ത്? മറ്റേ ചക്രമുള്ള ഷൂ. എവിടെ? ദേ ചക്ര ഷൂ അല്ല, ഇതാണ് റോളർ സ്കേറ്റർ. മനസ്സിലായോ? നീ ഒന്ന് ഇട്ടോക്കിയടാ. സാറേ ഇതിട്ട് സഞ്ചരിക്കാൻ ഇച്ചിരി ബാലൻസ് വേണം. മാത്രമല്ല തെറ്റിദ്ധരിക്കരുത്. സാറിനെ പോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്. അതിന് ഞങ്ങൾക്കിത് വാങ്ങിച്ചിട്ട് തിരക്കളർ റോട്ടിൽ കൂടി ഓടിച്ചു പോകാനല്ല. എന്റെ തോളി പിടിച്ചിട്ട് ഇവൻ എന്റെ റൂമിൽ കൂടി നടക്കണം. ഇത് ഇവന്റെ ഒരു ആഗ്രഹം. സോറി സാർ. അല്ലടാ, അതെ. നീ ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ഇട്ട് നോക്ക്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാർ. ഓക്കെ. എന്റെ ജോഡി ഇവിടെ ഇരിപ്പുണ്ട്. നടക്ക്. കൊള്ളാവടാ അത്? നല്ലതാടാ. ഇതൊക്കെ ഇട്ടിട്ട് ഒരേ പണക്കാര് പിള്ളേർ പറന്ന് നടക്കുന്നതാണ്. ഹലോ, ആണാ? ഒരു 2000 രൂപയെങ്കിലും കൂടുതൽ മേടിച്ചോട്ടാ. ഓട്ടം കൂടുതലാണേ. അത് മാത്രമല്ലട്ടാ, എന്റെ വേറെ ട്രൂപ്പിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട് പരിപാടിക്ക്. ഏഞ്ചൽ വോയിസിന്ന് ആദ്യം വിളിച്ചതാ, ഒരു അഡ്വാൻസ് ആയിട്ട് വന്നതാ. ഇതിപ്പോ കഴിയും. ഞാനും ദേവനും കൂടി ഒരു ചെരുപ്പ് വാങ്ങാണ്ടി മാളിൽ വന്നതാ. ഏടാ, നിന്നെ പോലത്തെ അടുത്ത് പോണ്ട. എടാ അവിടെ നിൽക്ക. മണിയേ, മണി, മണി. ഒരു വണ്ടി മേടിച്ചെന്ന ലൈസൻസ് ഇല്ലാണ്ട് പോരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കൊല്ലം പറ്റിയ? എനിക്കൊന്നും പറ്റിയില്ല. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ആ കുട്ടിയുടെ ആൾക്കാർ നോക്കിക്കോളൂ. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല മേഡം. ഒന്നുമില്ല മേഡം, ഇപ്പൊ കാര്യമായിട്ട് പറ്റിയിട്ടില്ലെന്ന് പറയും. നമ്മളോട് പൈസ മേടിക്കാനുള്ള ഇടവായിരിക്കും. വേദന തോന്നുന്നുണ്ടോ ചേച്ചി? എന്താ പറ്റിയേ? മോളെ, നിന്നെ കാണാതായപ്പോ ഞാനത് നടന്നു. ഒരാളായിട്ട് കൂട്ടിമുട്ടിയതാ. അയാൾ അറിഞ്ഞോണ്ട് മുട്ടിയത് തന്നെയാണോ? അല്ലാന്ന് തോന്നുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ആ പെൺകുട്ടിക്ക് ഞാൻ വരുമ്പോ മാറായിരുന്നില്ല. നീ അത് വിട്ടില്ലേ? എടാ, ഞാൻ പറയാൻ മറന്നുപോയി. എന്താടാ? ആ കുട്ടിക്കും കണ്ടാണില്ലടാ ശരിക്കും? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റാനാവും. എന്താ ചോര മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിഞ്ഞിട്ടുണ്ടല്ലേ?
ചേട്ടാ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്താ. ഹോസ്പിറ്റലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ചേച്ചി പതുക്കെ. ചിറ്റേ അയ്യോ ചിറ്റയുടെ കയ്യിലെന്ത് പറ്റി? എന്താ കല്യാണി? ഒന്നുമില്ലേട്ടാ. ഇതെന്താ പറ്റിയേ? അത് അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. ഈ കല്യാണി മോളുടെ കയ്യിൽ എന്താ പറ്റിയെന്ന് നോക്കിയേ. ഇത് കണ്ടോ അമ്മേ? എന്താ മോളെ? ഈശ്വരാ, ഇതെവിടെ തട്ടിയതാണല്ലോ. ഇതെങ്ങനെ പറ്റി മോളെ? എന്താണ് മീനാക്ഷി? അത് ചേട്ടാ എന്താ മീനാക്ഷി പറ്റിയേ? ഒന്നുമില്ലേട്ടാ, ആരെയോ തട്ടി ചേച്ചി പതിയൊന്ന് വീണതാ. നീ ഇല്ലായിരുന്നോടി കൂടെ? ചേച്ചിയുടെ ഡ്രസ്സ് വാങ്ങാൻ ജസ്റ്റ് ഒന്ന് മാറിയതാ, അപ്പോഴാ. സാരല്ലേ ചേട്ടാ, വെറുതെ ഒന്ന് തട്ടിയതേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളൂ. വാ ചേച്ചി. അമ്മ ഇപ്പൊ വരാട്ടോ. നീ അങ്ങോട്ടാ? ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യത്തിന് പോവാ. ഡേറ്റ് എല്ലാം മാറിപ്പോയാണല്ലോ. പറ്റില്ല, വിട്ടേക്കാം നമുക്ക്. ഹേയ്, വിടാനാണെങ്കിൽ പണിക്കിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പഴയ പോലല്ല, എപ്പോഴും അത് ഓർമ്മ വേണം. ഞാൻ വഴി ഉണ്ടാക്കിക്കോളാം ഏട്ടാ. നിങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ? പ്രശ്നമാവോ? എന്തു പ്രശ്നം? കച്ചവടത്തിൽ എന്ത് സൗഹൃദമാണ്? ജയനും മോശമൊന്നുമല്ലല്ലോ. എന്റെ ചേട്ടന്റെ പെട്ടിയിലും പണം വരണം, എന്റെ പെട്ടിയിലും വരണം. അതാണ് എന്റെ പോളിസി. എന്നാലും നമ്മൾ തരവഴിയാ കാണിക്കുന്നു വിചാരിക്കുമ്പോൾ തലയെന്ന് പെരുക്കുക. 2 എണ്ണം അടിച്ചാ ആ പെരുപ്പ് അങ്ങ് മാറും. പറയട്ടെ? പറ. 2 ഡബിൾ ലാർജ്. നാണം കെട്ടവനെ, ഇവൻ കാണിച്ചത് ചെറ്റത്തരവാ. അത് ഇവന്റെ കൂടെ പറപ്പാ. പക്ഷെ നീ കാണിച്ചത് തന്തയില്ലായ്മയാ. ജയ, ഇത് കച്ചവടമാ. കച്ചവടത്തിൽ പല കളിയും നടക്കും. അതേടാ, കളിക്കാനാ ഞാൻ വന്നത്. നീ ഇവിടെ നിന്നെങ്ങാനും എണീറ്റാ നിന്നെ ഞാൻ കൊല്ലും. നാളെ ഈ കച്ചവടം പറഞ്ഞതിൽ നിന്ന് 1 ലക്ഷം താഴ്ത്തി ഞാൻ വാങ്ങും. കേട്ടോടാ? അതിനിടയിലേക്ക് എങ്ങാനും നീ കയറി വന്നാ നിന്റെ ശാപം ഞാൻ പെട്ടിയിൽ വീഴ്ത്തും. എന്താണിത്? ഇതൊരു മാലയാണെന്ന് തോന്നുന്നു. മാലയാണെന്ന് തോന്നുന്നു. എവിടെന്ന്? ആ കുട്ടിയുടെ. ഏത് കുട്ടിയുടെ? അത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? വീണപ്പോ വാച്ചിലുടക്കിയതാ. തന്നെ കാണിട്ടടാ. ഇത് സ്വർണ്ണമാണല്ലോ. ഈശ്വര, ഇവൻ നല്ല തല്ലാണല്ലോ കോരിക്കൊണ്ടുവന്നേക്കണത്. നമുക്കിത് തിരിച്ചു കൊടുത്താലോ? ഇതാരെന്ന് വെച്ച് തിരിച്ചു കൊടുക്കും. അവിടെ ചെയ്ത പെൺകുട്ടികള് മാഡം പേടിക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു. ആ, അതൊക്കെ ശ്രദ്ധിച്ചല്ലേ.
അത് ആ ഫ്ലവർ ഷോപ്പിൽ പെൺപിള്ളേരായിരിക്കുള്ളൂ. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ആദ്യമായിട്ടാ ഇത്ര അടുത്ത് ഞാനൊരു പെൺകുട്ടിയുമായി. ഞാനും അവളും വീണപ്പോ അവളുടെ മുടിയിഴകൾ എൻ്റെ മുഖത്ത് തട്ടി. തട്ടിയപ്പോ ചുറ്റുമുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നിനക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആ കുട്ടി ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ? പിന്നെ ഏതോ ഒരു തെണ്ടി അടങ്കാലിട്ടെന്ന് പറഞ്ഞ ആ പെണ്ണ് കിടന്ന് ഇപ്പൊ പ്രാഗണ്ടാവും. ഒന്ന് പോടാ. ഒന്നാം സമ്മാനം ഒരാൾക്ക് മാത്രവും 10 ലക്ഷം രൂപ വീതം 16 പേർക്ക് നൽകുന്ന 1,60,00,000 രൂപയുടെ രണ്ടാം സമ്മാനവും 5 ലക്ഷം രൂപ വീതം 16 പേർക്ക് നൽകുന്ന 80 ലക്ഷം രൂപയുടെ മൂന്നാം സമ്മാനവും 72 ലക്ഷം രൂപ 2 ദിവസമായാലോ കണ്ടിട്ട്. ഇത് എവിടെ ആയിരുന്നു? ആ ബാബു ഏട്ടാ, മുറിവൊന്നുറങ്ങാൻ റെസ്റ്റ് എടുത്താ, അതുകൊണ്ടാ വരാതിരുന്നത്. കുഞ്ഞപ്പിയാ ആ ഇങ്ങ് പോന്നു. ഇവിടെ ഇരിക്കേ. നീ അങ്ങനെ വീഴുന്ന ആളല്ലല്ലോ. കണ്ണുള്ളവരെക്കാളും ശ്രദ്ധയായിരുന്നല്ലോ നിനക്ക്. ബ്രേക്ക് ഇല്ലാത്ത ചക്രത്തിൽ പെട്ടുപോയാ വീണല്ലേ പറ്റൂ. അടി തെറ്റിയാൽ ആനയും വീഴും. പിന്നെയാ പിന്നല്ലാതെ. വാവുക്കോന്നല്ലോ. ബാബുക്ക, ദേവാ, ഇന്നലെ ഞാൻ തിരക്കിയിരുന്നു. എന്താ? നമ്മുടെ മീറ്റിംഗ് തിങ്കളാഴ്ച രാവിലെ 10 മണിയിലേക്ക് മാറ്റി കേട്ടോ. ഓ എത്തിയേക്കാം. അല്ല, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കച്ചവടം? തരക്കേടില്ല. മോനായിക്ക് ബാക്കി വന്ന ടിക്കറ്റിൽ ഒരു 50 അടിച്ചു. അതിന്റെ ചെലവ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പറഞ്ഞേ. ആഹാ, സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇന്ന് പ്രോഗ്രാം ഇല്ലേ? ഇല്ല, മറ്റന്നാളേ ഉള്ളൂ ഒരു വെഡിങ് റിസപ്ഷൻ. ഞാനെന്നാ നീങ്ങ. മാവൻചോട്ടിൽ സ്ഥിരം കക്ഷികളുണ്ടാവും. ഓ ശരി ബാബുക്ക. എക്സ്ക്യൂസ് മീ, ഇത് കൊള്ളാം. ബ്യൂട്ടിഫുൾ. ഇത് പാക്ക് ചെയ്തോളൂ. സോറി സർ, ഇത് ഞങ്ങളുടെ മാഡം ഫംഗ്ഷന് കൊടുക്കാനായി മാറ്റിവെച്ചതാ. ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇത് തന്നെ വേണം. സോറി സർ, അത് മാഡത്തിനോട് ചോദിക്കണം. ഇറ്റ്സ് ഓക്കെ, വാ നമുക്ക് പോയി ചോദിക്കാം. എക്സ്ക്യൂസ് മീ. യെസ്. ഈ ബൊക്കെ എനിക്ക് ഇഷ്ടമായി. ചോദിച്ചപ്പോൾ ഇയാള് സെലക്ട് ചെയ്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞു. ഞാനത് എടുത്തോട്ടെ? സോറി, ഞാനിതെൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. നിസാർ, യെസ് മാഡം. ഇവർക്കിത് കൊടുത്തോളൂ. ശരി മാഡം. താങ്ക്സ്.